ഗൂഗിൾ ആഡ്സ് ആണോ മെറ്റ ആഡ്സ് ആണോ? ഏതാണ് നിങ്ങളുടെ ബിസിനസ് ചൂസ് ചെയ്യേണ്ടത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഗൂഗിൾ ആഡ്സ് ഇന്റന്റ് ബേസ്ഡും മെറ്റ ആഡ്സ് ഇൻട്രസ്റ്റ് ബേസ്ഡുമാണ്. അതായത് നമ്മൾ ഗൂഗിൾ ആഡ്സ് കാണുന്നത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഇന്റന്റ് ചെയ്യുമ്പോഴാണ്. അതായത് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗൂഗിൾ ആഡ്സ് കാണുന്നത്. അതേസമയം നമ്മൾ മെറ്റ ആഡ്സ് കാണുന്നത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടാണ്. അതായത് നമ്മളൊരു ടീഷർട്ട് തിരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 10 ടീഷർട്ടിന്റെ പരസ്യങ്ങൾ കാണും. ഇനി നമ്മൾ എവിടെയൊക്കെയാണ് ഈ ആഡുകൾ കാണുന്നത്? ഗൂഗിൾ ആഡ്സ് ആണെങ്കിൽ നമ്മൾ കാണുന്നത് യൂട്യൂബിലും ഗൂഗിൾ സെർച്ചിലും ഒക്കെയാണ്. അതേസമയം മെറ്റ ആഡ്സ് ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്, മെറ്റ ആഡ്സ് ടാർഗറ്റ് ചെയ്യുന്നത് കുറെ കൂടി യങ് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ്. അതേസമയം ഗൂഗിൾ ആഡ്സ് ആവട്ടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മറ്റൊരു വ്യത്യാസം ഇതിന്റെ ഫോർമാറ്റിലാണ്. മെറ്റ ആഡ്സ് ആണെങ്കിൽ കറൗസൽ, സ്റ്റാറ്റിക് പോസ്റ്റ്, വീഡിയോ അങ്ങനെ പല ഫോർമാറ്റുകളും ഉണ്ട്. അതേസമയം ഗൂഗിൾ ആഡ്സ് ആണെങ്കിൽ ടെക്സ്റ്റ്, വീഡിയോ, ഷോപ്പിംഗ് ആഡ്സ് അങ്ങനെയൊക്കെയാണ് ഫോർമാറ്റ്. ഇനി ഒരു ബിസിനസ് എന്ന നിലയിൽ ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ? എന്റെ അഭിപ്രായത്തിൽ രണ്ടും ബെസ്റ്റ് ആണ്. കാരണം മെറ്റ ആഡ്സ് ആണെങ്കിൽ പ്രൈമറിലി നിങ്ങൾക്കൊരു ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം ഗൂഗിൾ ആഡ്സ് ആണെങ്കിലോ നിങ്ങളുടെ പ്രോഡക്റ്റ് പൊട്ടൻഷ്യൽ ബയേഴ്സിനെ മുന്നിലേക്ക് എത്തിക്കാൻ സഹായിക്കും. സോ രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സും ടാർഗറ്റ് ഓഡിയൻസും അനുസരിച്ച് വേണം ഈ ആഡ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ. ഗുഡ് ലക്ക്.